കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. ചുരിദാർ ഒരു 7,000 സംതിങ് ഉണ്ട്. ഓക്കെ, 7,000 ചുരിദാർ പ്ലസ്. അതിച്ചിരി കൂടുതലല്ലേ? ഇതോ മാല എനിക്ക് തോന്നുന്നു 1,000 സംതിങ് ഒക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, മാല 1,000 ഇതൊക്കെ വെറും മുക്കുവണ്ടങ്ങളാ. പ്ലസ്. ഇനി കമ്മല്. എന്റെ വീട്ടിൽ ഇൻകം ടാക്സ് കയറോ? കോട്ടെ. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. കാടുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. അങ്ങനെ ഒരു മേ ബി ഒരു 1,000 സംതിങ്, ഒരു 1,200. ആ, ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. ഇഡിയറ്റ്. പ്ലസ്. പിന്നെ ആ വാച്ച് ഇവിടെ ഒരു സംഭവമാണ്. ഈ വാച്ച് വൈറലായ വാച്ചാണ് ബൾഗാരിയുടെ. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഫ്ലാഷ് ബാക്ക്. സമന്തര കയ്യിലൊക്കെ ഉണ്ട്. ഏകദേശം എത്ര കോസ്റ്റ് നല്ല കോസ്റ്റ് ഉണ്ട്. മുകളിൽ എന്തായാലും 3 ലാഖിന് മുകളിൽ ഈ വാച്ചിനുണ്ട്. ഇതിന്റെ ബൾഗാരി വാച്ചിന്റെ ഒറിജിനൽ ഇത് ഒറിജിനൽ അല്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഞാൻ ബൾഗാരി ഇതിന് ഫസ്റ്റ് കോപ്പിയാണ്. ബൾഗാരി വാച്ചിന്റെ ഒറിജിനൽ വാച്ചിന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ച് 58 ലക്ഷത്തി സംതിങ് വരുന്നുണ്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഇത് ഞാൻ ദുബായിൽ നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്റെ സാലറി വെച്ചിട്ട് എനിക്കിത് വലിയ പ്രിവിലേജാണ്. കാരണം ഞാൻ ആ സമയത്ത് എനിക്കിത് വാങ്ങാൻ പറ്റുന്ന ഒരു വാച്ചല്ല. പക്ഷെ ഞാൻ എൻ്റെ സാലറിയിൽ നിന്ന് എമൗണ്ട് കൂട്ടി വെച്ചിട്ട് ഞാൻ വാങ്ങിച്ച ഒരു വാച്ചാണ്. എനിക്ക് തോന്നുന്നു അത് ഇവിടുത്തെ ഒരു മേ ബി ഒരു പുതിയ കഥയും കൊണ്ട് വന്നടേ തള്ള. ദുബായിത്തെ എമൗണ്ട് വെച്ച് ദിർഹംസ് വെച്ച് ഇവർക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ എമൗണ്ടിന് ഒരു 48 അത്രയൊക്കെ വരുള്ളൂ. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ആ, അത്രേ ഉള്ളൂ. 48,000. ഓക്കെ, പ്ലസ്. ഇനി എന്താ റിംഗ് ഗോൾഡ് ആണോ? എല്ലാം ഗോൾഡാണ്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. ഒന്ന് റൗണ്ട് ആക്കിയാളി. എനിക്ക് അറിഞ്ഞൂടാ. ബാക്കിയുള്ള എല്ലാം കൂടെ റൗണ്ട് ആക്കിയിട്ട് 3 ലക്ഷം. എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇത് ദിശാദ് വല്ലഭന്റെ ഇതാണ്, കുട്ടിയുടെ ബേഡയാണോ എന്റെ ഇന്റർവ്യൂ ആണോ? വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.